അമ്മേ അയ്യപ്പ കാത്തു രക്ഷിക്കണേ. അച്ഛാ അമ്മ ഇന്നെന്താ ദിവസം എന്ന് പറയും? ഇന്നെൻ്റെ പിറന്നാളാ. എല്ലാ കൊല്ലം അച്ഛനും അമ്മയും ഞാനും ഒരുമിച്ച് കുതിരാമ്പലത്തിൽ പോകാറുള്ളതല്ലേ. ഇപ്രാവശ്യം നിങ്ങൾ രണ്ടുപേരും എന്നെ തനിച്ചാക്കി പോയി. അപ്പോൾ എനിക്ക് വേണ്ടി വടുവട് കഴിക്കാൻ പോയത് മുരുകനാ. ടൗണിലേക്കാണോ? അതെ. എനിക്ക് പട്ടിക്കാട് വരെ പോകണം. ജോമനെ ഞാനേ ഇവിടുന്ന് ബസ് കിട്ടിയില്ല. ഞാനിപ്പോൾ ഒരു ഓട്ടോയിൽ കയറി അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇല്ല ഇപ്പം പെട്ടെന്ന് എത്തും. ഒരു 11 മണിക്കെത്തും. ജോമന് പിന്നെ എവിടെ നിൽക്കുന്നേ? ഭീമ അതിൻ്റെ ഫ്രണ്ടിലല്ലേ? ഓക്കെ ഞാൻ അവിടെ അതെ. അവിടെ എങ്ങനെയുണ്ട്? ജയ് ഇങ്ങോട്ട് പോരെ. ഞാനിവിടെ തോന്നുകൊണ്ട് വെയിറ്റ് ചെയ്യാം. അതെ വണ്ടി ഒന്ന് ഒതുക്കും അവിടെ. കേൾക്കുന്നില്ല. ഓട്ടോയിലെ വണ്ടിയിലെ ഒന്നും കേൾക്കുന്നില്ല. ക്ലിയർ ആകുന്നില്ല. ഓക്കെ. ഓക്കെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ ശരി ഓക്കെ താങ്ക് യു. ഇതിലൊരു പാത്രം ഇരിക്കുന്നില്ല. എന്താ സാർ? നമ്മുടെ സുധാന്റെ അയ്യപ്പ. അയ്യപ്പസ്വാമിയുടെ പ്രസാദം അയ്യപ്പസ്വാമിയുടെ കുതിരാനമ്പലത്തിൻ്റെയാണ് അത്. ശരി. ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ പിറന്നാളാണെന്ന്. ശരി. അപ്പോൾ മൂപ്പരിപ്പോൾ വയ്യാതിരിക്കുക. അപ്പോൾ ആള് ഒരു സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുക. ശരി. അപ്പോൾ ആള് എന്ന് വെച്ചാൽ കുറച്ച് നാളായിട്ട് വയ്യാണ്ട് ഒരു മരക്കമ്പനിയിലാണ് ആൾ ജോലി ചെയ്യുന്നത്. അപ്പം മരക്കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആളുടെ കാലുമേ തടി വീണു. തടി വീണിട്ട് കാലിന് ഒരു സർജറി കഴിഞ്ഞു. പക്ഷെ ഇപ്പോൾ ആള് ഒറ്റയ്ക്കാണ് താമസം. അപ്പോൾ സാമ്പത്തികമായിട്ട് ഇത്തിരി പിന്നോക്കം നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ വാടക വീട്ടിലൊക്കെ താമസിക്കുന്നത്. അപ്പോൾ ആളുടെ ഇപ്പോൾ കാലന്ന് ആക്സിഡൻറ്റിൽ ഒരു ഓപ്പറേഷൻ സർജറി ചെയ്തു. പക്ഷെ സർജറി ചെയ്തിട്ട് വെള്ളം മാറിപ്പോയിട്ടില്ല. ഒരു സർജറി കൂടി ചെയ്യണം. അതൊക്കെ പെട്ടെന്ന് വേണം. അപ്പോൾ വൈകിക്കൊണ്ടിരിക്കുക. അവിടുത്തെ സാഹചര്യത്തിൽ ആൾക്ക് എടുക്കാൻ പറ്റിയൊരു അവസ്ഥയല്ല. ഞങ്ങൾ 1-2 കൂട്ടുകാരൊക്കെ സഹായിച്ചിട്ടാണ് ഇപ്പോൾ ആള് കഴിഞ്ഞുകൂടി പോണത്. അച്ഛനും അമ്മയൊക്കെ മരിച്ചു. പിന്നെ സഹോദരങ്ങൾ ഇല്ല. അപ്പോൾ ആൾക്ക് സാമ്പത്തികമായിട്ട് ഇപ്പോൾ നമുക്കും ഈ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടൊന്നും സഹായിക്കാൻ പറ്റിയ സാഹചര്യമില്ല. അപ്പോൾ ആൾക്ക് എന്തെങ്കിലും സർജറി ആണെങ്കിൽ പെട്ടെന്ന് ചെയ്യുന്നതെന്ന് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ പൈസ ആയിട്ടൊന്നുമില്ല. അപ്പോൾ ആളെ പിറന്നാളാണെന്ന്. അതുകൊണ്ട് ഇന്നാളെ എല്ലാ പ്രാവശ്യം കുതിരാനമ്പലത്തിൽ വലിയ കാര്യം ആൾക്ക്. പക്ഷേ അയ്യപ്പസ്വാമി അമ്പലത്തിൽ എപ്പോഴും വരും. അങ്ങനെ കാഴ്ചകളൊക്കെ ആൾ എപ്പോഴും വന്ന് പോണ ആളാണ്. അപ്പോൾ ആൾക്ക് അയ്യപ്പസ്വാമിനെ വലിയ കാര്യമാണ്. അപ്പോൾ ഞാൻ അന്ന് പിറന്നാളായിട്ട് എല്ലാ പിറന്നാളും വരാറിലാണ്. അപ്പോൾ
അതുകൊണ്ട് ഞാൻ വന്നതാണ് ഇന്ന്. ശരി. അപ്പം അങ്ങനെ കഴിപ്പിച്ചൊരു പായസമാണത്. ഓഹോ. സാറെന്താ ചെയ്യുന്നത്? ഞാൻ ഗൾഫിലാണ്. ഓ, എൻ്റെ നാട് പട്ടിക്കാടാണ്. പായസം. ഞാൻ എൻ്റെ 3-4 ഫ്രണ്ട്സ് എല്ലാം കൂടി ഞങ്ങൾ ചാരിറ്റബിൾ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ അവിടെ പിന്നെ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്, ഓ, ദുബായിൽ. ശരി ശരി. ഫാമിലിക്ക് അവിടെ? ഫാമിലി അവിടെ. ഓ, ശരി ശരി. ഇവിടെ എൻ്റെ അച്ഛനും അമ്മയുണ്ടായിരുന്നു. ആ, ശരി. അച്ഛൻ മരിച്ചുപോയി, ആ പിന്നെ അമ്മയുണ്ട്. ആ പിന്നെ അമ്മയും പിന്നെ അമ്മയുടെ കൂടെ ഞാൻ ദുബായി പോകുമ്പോൾ ഇവിടെ കൂടെ നോക്കാനായിട്ട് ഞങ്ങളുടെ ഒരു കസിൻ, ഞങ്ങളൊരു വല്യമ്മയുണ്ട്, അവരെ നിർത്തിയിട്ടുണ്ട്. ശരി ശരി. എന്താ പേര് നിങ്ങളുടെ? എൻ്റെ പേര് മുരുകൻ എന്നാണ്. മുരുകൻ. മുരുകൻ. മറ്റേ കൂട്ടുകാരൻ്റെ കാര്യമല്ലേ പറഞ്ഞത്? അതെ അതെ. ആ കൂട്ടുകാരൻ്റെ പേരെന്താണ്? കൂട്ടുകാരൻ്റെ പേര് ചന്ദ്രദാസ്. 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 ഞാൻ ഈ ചാരിറ്റബിൾ കാര്യം ഞാനും എൻ്റെ ഇപ്പൊ വരുന്ന നമ്മുടെ സുഹൃത്തുണ്ട്, ശരി. ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യാറ് കാര്യങ്ങളൊക്കെ. ആ അപ്പം ചാരിറ്റബിൾ കാര്യങ്ങൾ എനിക്ക് അത് പണ്ട് പോലെ എനിക്ക് വലിയ താല്പര്യമുള്ള ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചാരിറ്റബിൾ കാര്യങ്ങൾ ഒരുപാട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ മിസ്റ്റർ മുരുകൻ്റെ കൂട്ടുകാരനല്ലേ എന്താ പറയുക? ചന്ദ്രദാസ്. ചന്ദ്രദാസിന്റെ കാര്യം നമുക്ക് നോക്കാം. ആ അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ആളെ ഒന്ന് കാണാൻ പറ്റും. കാണാൻ പറ്റും. ചെയ്തു കൊടുത്തവർ നല്ലൊരു കാര്യമാണ്. ഒരു പാവം മനുഷ്യനാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ആള് സാധു മനുഷ്യനാണ്. അപ്പോൾ ആൾക്കാർ സഹായിക്കാനൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ വന്നു. പക്ഷെ എല്ലാവരും ഇത്തിരി പൈസയുടെ കാര്യം വരുമ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ. അങ്ങനെ എല്ലാവരും മടങ്ങിപ്പോയി. അല്ല, നിങ്ങൾ ഈ പറഞ്ഞ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരു എന്തോ നമ്മുടെ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹമായിരിക്കും, എന്തോ മനസ്സിൽ അങ്ങനെ തോന്നി സിമ്പതി തോന്നും. എന്തായാലും നമുക്ക് ഈ ആളെ നമ്മളിപ്പോൾ ഇവിടെ വെച്ച് കാണാനും ഒരു ഭാഗ്യം തന്നെയല്ലോ. സ്വാമിയുടെ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെയാണെങ്കിൽ ആളെ അഡ്രസ്സ് തരാം. ഞാൻ അപ്പം നിങ്ങളെ വിളിക്കാം, കോണ്ടാക്ട് ചെയ്യാം. പിന്നെ അതെ, പിന്നെ എവിടെ എത്തി? ഓ, വരാൻ താമസിക്കുമോ? അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, ഞാനേ ഇവിടെ പട്ടിക്കാട് ഇറങ്ങുക വീട്ടിൽ. എനിക്ക് വീട്ടിലൊന്ന് കയറണം. അങ്ങനെ ഞാൻ വീട്ടിൽ കയറിയിട്ട് അങ്ങോട്ട് വരാം കേട്ടോ. ഞാൻ വീട്ടിലൊന്ന് കയറണം. വീട്ടിൽ കയറിയിട്ട് മറ്റേ അമ്മയൊക്കെ ഒന്ന് കണ്ടിട്ടേ പിന്നെ അവിടെ വേറെ ഒന്നുകൊണ്ട് കാര്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് വരാം. എന്നിട്ട് നമുക്ക് കാണാം. പിന്നെ നമുക്ക് വേറൊരു കാര്യമുണ്ട്, നമുക്ക് ഒരു ആളെ ഒന്ന് കാണേണ്ടി വരും നാളെ. അത് ഞാൻ വന്നിട്ട് പറയാം. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. ഇതാ സാറേ, ഇതാണ് അഡ്രസ്സ്. ഓ ശരി. അവിടെ വരുമ്പോൾ അന്വേഷിച്ചാൽ മതി. അവിടെ ആൾക്കാർ ഒല്ലൂക്കര വന്നിറങ്ങിയാൽ അറിയാൻ പറ്റും. കോഴപ്പാട്ടിലെ ഹൗസില്ലേ? അതെ അതെ, ഒല്ലൂക്കര ഹൗസ്. മൊബൈൽ നമ്പർ? ഫോൺ നമ്പർ ഉണ്ട്. അവിടെ വരുമ്പോൾ വിളിച്ചാലും മതി, അല്ലെങ്കിൽ എങ്ങനെയാ വെച്ചാൽ അഡ്രസ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറ്റേ നമ്മുടെ ആളെ വരാനായിട്ട് കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞു. അതെ. ആളെ വേറെ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് നിൽക്കുക. ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിചാരിച്ചു ഞാൻ ഇവിടെ പട്ടിക്കാട് ഇറങ്ങുക. പട്ടിക്കാട് ഇറങ്ങിയിട്ട് വീട്ടിലൊന്ന് കയറിയിട്ട് വേണം വരാൻ. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ വിളിക്കാം. വിളിച്ചിട്ട് നമുക്ക് ഇയാളെ കാണാം. ആയിക്കോട്ടെ. കണ്ടിട്ട് നമുക്ക് കാര്യങ്ങൾ എന്താ വെച്ചാൽ നോക്കാം. നിങ്ങളുടെ ഈ കാണൂ കൈ കഴിയാൻ? വെള്ളമുണ്ട്, വെള്ളം കൈ കണ്ടു സാറേ. ആളുടെ ഈ കഥ കേട്ടപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അത് ചെയ്തു തരണം എന്ന് എൻ്റെ മനസ്സും പറയുന്നു. പിന്നെ നമ്മുടെ കുതിരാൻ്റെ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം. അതെ. അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്യാം. സാറിന് പറ്റുമെന്ന് ചെയ്തു കൊടുക്കുക, നല്ല കാര്യമാണ്. അപ്പോൾ എന്നാ എന്നെ പട്ടിക്കാട് ഇറക്കൂ? ആയിക്കോട്ടെ, ഇറക്കാം. ഓക്കെ. ഇവിടെ നിർത്തിക്കോളൂ. എത്രയും മുരുക? പൈസ വേണ്ട. അല്ല, എത്രയും പറഞ്ഞോളൂ. 100 രൂപ തന്നാൽ. 100 രൂപ. ഇതിരിക്കട്ടെ. അയ്യോ, എത്ര വേണ്ട. സാരമില്ല, ഇരിക്കട്ടെ മുരുക, ഇരിക്കട്ടെ. എല്ലാം ശരിയാവും, ഇരിക്കട്ടെ. നമുക്ക് പിന്നെ കാണാം. ഓക്കെ. ആരാ? ചന്ദ്രഹാസന്റെ വീടല്ലേ? അതെ. ഞാൻ ചന്ദ്രഹാസനെ കാണാൻ വന്നു. ആളോട് ഉണ്ട്.
സാറ് ഇരിക്കും. സാറ് എവിടുന്നാ വരുന്നത്? ഞാൻ ഇവിടുന്ന് കുറച്ച് ദൂരെ പട്ടിക്കാട്. ആ ശരി. ചന്ദ്രഹാസൻ ഇല്ലേ? ചന്ദ്രവാസ് കിടക്കുക ഇവിടെ. ഓ ആ. ഓ ശരി. എന്താ വിശേഷിച്ച്? എനിക്ക് ചന്ദ്രഹാസനെ ഒന്ന് കാണണം. ആ നിങ്ങൾ ചന്ദ്രഹാസന്റെ കൂട്ടുകാരനാണ്. ഓ ശരി. ചന്ദ്രഹാസനെ കാണാൻ പറ്റുമോ? അതിനെന്താ കാണാലോ. ഓ വരൂ വരൂ. ചന്ദ്ര സാറ് കാണാമെന്താ? കഴിഞ്ഞ ദിവസം മുരുകൻ ആയിട്ട് ഞാൻ കണ്ടിരുന്നു. കുതിരാന്റെ അമ്പലത്തിന് അവിടെ വെച്ച് ഞങ്ങൾ കണ്ടിരുന്നു. മുരുകന്റെ വണ്ടിയിലാണ് ഞാൻ പട്ടിക്കാട് വരെ വന്നത്. എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ചന്ദ്രഹാസന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ചന്ദ്രഹാസനെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എന്നെ കൊണ്ടാവുന്ന ഞാൻ എന്തായാലും ചെയ്തുതരാം. അത് പറയാൻ കൂടെയാണ് ഞാൻ വന്നത്. എന്താണ് സംഭവിച്ചത്? ഞാൻ മരക്കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ബ്ലേഡ് കുത്തി കട്ടായതാണ്. ഓ ശരി. സാമ്പത്തിക ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാറിനോട് ഒരാൾ സഹായിക്കുന്നൊരു പ്രയാസം നോക്കുന്നു. നമുക്ക് ശരിയാക്കാം. ധൈര്യമായിട്ടുള്ളൂ. ഞാൻ മുരുകനോട് എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാം അയ്യപ്പസ്വാമി ആണ് ഇവിടെ എത്തിച്ചത്. കാരണം ഞാനും മുരുകൻ അമ്പലത്തിൽ വന്ന അതേ സമയത്ത് ഞാനും അമ്പലത്തിലുണ്ടായിരുന്നു. അവിടെ അമ്പലത്തിൽ തൊഴുതിട്ട് വന്നിട്ടാണ് ഞാൻ പട്ടിക്കാട്ടേക്ക് പോകാനായിട്ട് വണ്ടി കയറാൻ നിൽക്കുമ്പോഴാണ് മുരുകൻ ഓട്ടോയെ വന്ന് അങ്ങനെ ഓട്ടോയിൽ ഞങ്ങൾ വന്നത്. അപ്പോഴാണ് മുരുകൻ എല്ലാ കാര്യങ്ങളും ചന്ദ്രഹാസനെ കുറിച്ച് പറഞ്ഞത്. സാറ് ഇത് മുരുകന്റെ കാര്യം പറയണത്? മുരുകൻ ഞാനാണ്. ഇതാണ് സാറേ എൻ്റെ മുരുകൻ. അല്ല, മുരുകനെ എനിക്ക് കണ്ടാ അറിയാം. യഥാർത്ഥം മുരുകൻ ഞാനാണ്. മുരുകൻ അഡ്രസ് തന്നിരുന്നു എനിക്ക്. പിന്നെ ചന്ദ്രഹാസ് കുഴപ്പമില്ല ഹൗസ് പുല്ലൂക്കര അഡ്രസ്. ആ അഡ്രസ്സിലാണ് ഞാൻ വന്നത്. മുരുകൻ ഞാനാണ്. അപ്പൊ ചന്ദ്രദാസ് ഒന്നും കൊണ്ടും വിഷമിക്കണ്ട ചന്ദ്രഹാസ്. നമുക്ക് വേണ്ടത് ചെയ്യാം. ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. വേണ്ടതൊക്കെ എല്ലാം ചെയ്തുതരാം. കേട്ടോ, അയ്യപ്പസ്വാമി ഉണ്ട്. അപ്പൊ ഇറങ്ങട്ടെ മുരുക. അപ്പൊ ശരി മുരുക, കാണാം. ശരി. ചന്ദ്രഹാസൻ കോഴപ്പാട്ടിൽ ഹൗസ്. അപ്പോൾ മുരുകൻ സ്വാമി അവിടെ നിന്നായിരുന്നോ? സ്വാമി അവിടെ നിന്നായിരുന്നു അല്ലേ എൻ്റെ അടുത്ത്? നമ്മൾ ഒരുമിച്ച് ഓട്ടോയിൽ കയറി ഇരുന്ന് സംസാരിച്ചതൊക്കെ അവിടെ നിന്നായിരുന്നില്ലേ? സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ.